ഭയം അതൊരു വിചിത്രമായ വികാരമാണ്. ഓരോ മനുഷ്യനുമുള്ള ഭയങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് പല്ലിയെയും പാറ്റയുമായിരിക്കും പേടി, ചിലവർക്ക് അത് പാമ്പ്, തവള എന്നിങ്ങനെ പോകും. സമകാലിക ലോകത്ത് മനുഷ്യനെ തന്നെ ഭയപ്പെടേണ്ട കാലമാണെങ്കിലും സ്ത്രീകളെ ഭയന്ന് 55 വർഷങ്ങളായി ജീവിക്കുന്ന ഒരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കയിലെ റുവാണ്ടൻ സ്വദേശിയായ കലിക്സെ നസാംവിറ്റ എന്ന 71-കാരനാണത്. സ്ത്രീകളോടുള്ള ഭയം കൊണ്ടാണ് ഇദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയുന്നത്. തന്റെ 16-ാം വയസ്സ് മുതൽ ഇദ്ദേഹം സ്ത്രീകളിൽ നിന്ന് അകന്നു കഴിയാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. കൂടാതെ വീടിന് പുറത്ത് 5 അടി ഉയരത്തിൽ വേലി കെട്ടി ആരും കാണാത്ത രീതിയിൽ മറച്ചുകൊണ്ടാണ് താമസം. സ്ത്രീകളുമായുള്ള സഹവാസം ഒഴിവാക്കാനും സ്ത്രീകൾ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു മറ സൃഷ്ടിച്ചിരിക്കുന്നത്. എതിർലിംഗത്തിലുള്ള ആളുകളെ തനിക്ക് ഭയമാണെന്ന് കലിക്സെ വെളിപ്പെടുത്തി. എന്നാൽ സ്ത്രീകളോട് ഭയമാണെങ്കിലും ഇദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് ആശ്രയമായി നിലകൊള്ളുന്നതും സ്ത്രീകൾ തന്നെയാണ്. കുട്ടിക്കാലം മുതൽ ഇദ്ദേഹം വീട് വിട്ട് പുറത്തു പോകുന്നത് കണ്ടിട്ടില്ലെന്ന് അയൽവാസികളായ സ്ത്രീകൾ പറയുന്നു. ഇവരാണ് പലപ്പോഴും കലിക്സെയ്ക്ക് ആവശ്യമായ ഭക്ഷണവും പലചരക്ക് സാധനങ്ങളും നൽകാറുള്ളത്. ഇത് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കാറാണ് പതിവ്. കാരണം ഇദ്ദേഹത്തെ സഹായിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ ആരോടും സംസാരിക്കാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ആവശ്യമുള്ളതെന്തും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എറിഞ്ഞു നൽകുകയും അത് എല്ലാവരും അവിടെ നിന്നും പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കലിക്സെ തന്നെ വന്ന് എടുത്തുകൊണ്ടു പോവുകയും ചെയ്യും. ഇനി അഥവാ വീടിന്റെ പരിസരത്ത് ഏതെങ്കിലും സ്ത്രീകളെ കണ്ടാലും ഇദ്ദേഹം വീട് പൂട്ടി അകത്ത് തന്നെ ഇരിക്കും. അതേസമയം ശാസ്ത്രലോകത്തിൽ ഗൈനോഫോബിയ എന്ന മാനസികാവസ്ഥയാണ് ഇതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സ്ത്രീകളോടുള്ള അകാരണമായ ഭയമാണ് ഇതിന്റെ ലക്ഷണം. എന്നാൽ മാനസിക വൈകല്യങ്ങളുടെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഗൈനോഫോബിയ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ഒരു ക്ലിനിക്കൽ പശ്ചാത്തലത്തിൽ ഇതിനെ അസാധാരണമായ ഒരു ഫോബിയയായി തന്നെ കണക്കാക്കുന്നു. സ്ത്രീകളോടുള്ള അമിത ഭയവും അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഉണർത്തുന്ന ഉത്കണ്ഠയുമാണ് ഗൈനോഫോബിയയുടെ പ്രധാന ലക്ഷണങ്ങൾ. കൂടാതെ പാനിക് അറ്റാക്ക്, നെഞ്ചിലെ അസ്വസ്ഥതകൾ, അമിതമായി വിയർക്കൽ, അതിവേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ സ്വവർഗരീതിയിലേക്കുള്ള ചുവടുവയ്പായാണ് ഗൈനോഫോബിയയെ കണക്കാക്കിയിരുന്നത്. കുട്ടിക്കാലത്ത് സ്ത്രീകളോടുണ്ടാകുന്ന അപരിചിതത്വം, ഏതെങ്കിലും സംഭവമോ സാഹചര്യമോ മൂലമുണ്ടാകുന്ന വിഭ്രാന്തി എന്നിവയാണ് ഗൈനോഫോബിയയിലേക്ക് നയിക്കുന്നതെന്നാണ് ഡോക്ടർ ഹേവ്ലോക്ക് എല്ലിസ് തന്റെ സ്റ്റഡീസ് ഓൺ ദ സൈക്കോളജി ഓഫ് സെക്സ് എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഗ്രീക്ക് ഭാഷയിൽ സ്ത്രീ എന്നർത്ഥമുള്ള ഗുനെ, ഭയം എന്നർത്ഥമുള്ള ഫോബോസ് എന്ന വാക്കുകളിൽ നിന്നാണ് ഗൈനോഫോബിയ എന്ന വാക്കിന്റെ ഉദ്ഭവമെന്ന് വിശ്വസിക്കുന്നു. ഒരു സാമൂഹിക സാഹചര്യത്തോട് തോന്നുന്ന ഭയം അഥവാ സ്പെസിഫിക് സോഷ്യൽ ഫോബിയ എന്ന ഗണത്തിലകപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണിത്. ഫെമിനോഫോബിയ, കാലിഗൈനോഫോബിയ, ഫെസ്റ്റുനോഫോബിയ എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ഈ അവസ്ഥയെ വിശേഷിപ്പിക്കുവാനായി മുമ്പ് ഹൊറോഫെമിനെ എന്ന ലാറ്റിൻ പദവും ഉപയോഗിച്ചിരുന്നു. വെള്ളം, തീ, ഉയരം എന്നിവയെ പേടിക്കുന്ന പലരുമുണ്ടെങ്കിൽ സ്ത്രീകളെ ഭയക്കുന്ന ഒരാൾ എന്ന കണ്ടെത്തൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോലുമേൽ തുണിതെറ്റിയാൽ തന്നെ നോക്കുന്ന ഈ കാലത്ത് സ്ത്രീകളെ അലർജിയായി കാണുന്ന ഈ മനുഷ്യൻ ഒരു ലോകാത്ഭുതം തന്നെയാണ്.